ഇവിടെ വരെ നിങ്ങൾ ചാലക്കുടി ഭാഗത്തൊരു വീട് തപ്പി നടക്കുന്നവരാണെങ്കിൽ ചാലക്കുടി ഭാഗത്ത് ചാലക്കുടിക്ക് അടുത്ത് തന്നെ പറയാം, അതായത് ഒരു 600 മീറ്ററേ ഉള്ളൂ ചാലക്കുടി ടൗണിലേക്ക്. ഒരു കിടിലൻ 2 നില വീട്, അതിഗംഭീരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഈ വീട് എന്ന് പറയുന്നത് 2450 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനെന്ന് മറക്കണ്ട. വീട് ചാലക്കുടി ഭാഗത്തോ തൃശ്ശൂർ ജില്ലയിലോ ഒക്കെ വീട് അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ കൊടുത്താൽ അവർക്കതൊരു ഉപകാരമാവില്ലേ? അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ്, നമുക്ക് പരസ്യം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ്, 2 നില വീട്. മുകളിൽ ഓട് വിരിച്ചിരിക്കുന്നു, മറ്റേ പുതിയ മോഡേൺ സ്റ്റൈലുള്ള ഓടല്ല, മറ്റേ നാടൻ ഓട് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല 2 നിലയിൽ ഇതിൻ്റെ വുഡൊക്കെ തേക്കിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് കേട്ടോ സെല്ലർ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ആയാലും മറ്റേ ഓടിൻ്റെ കോർണറിലൊക്കെ ഓടിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 9 വർഷമാണ് ഈ വീടിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അതിൽ 1 വർഷം കഷ്ടി ഏകദേശം ഒരു 8-9 മാസം മാത്രമാണ് വീട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം അവർ ഇരിങ്ങാലോടേക്ക് അവർക്ക് വേറെ വീടുണ്ട്, അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് എന്ന് പറയുന്നത്. കാർ പോർച്ചിനൊക്കെ അത്യാവശ്യം ടൈലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഒരു സിറ്റ് ഔട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ അടിക്കുകയും തുടക്കുകയും ചെയ്തിട്ടില്ല കേട്ടോ. അതെ, അവർ ഇരിങ്ങാലോടയിലാണ് താമസം. ഇനി ഇവിടെ ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട്, സിറ്റ് ഔട്ട് ഫുള്ള് ഗ്രാനൈറ്റാണ്. ഇവിടെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ്. ഒരു 4 ഫില്ലറുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഈ ഫ്രണ്ടിലും ഈ കാർ പോർച്ചിലായിട്ട് 4 ഫില്ലർ ഫ്രണ്ടിലുണ്ട്. ഇനി ഇവിടെ മറ്റേ ചെറിയൊരു ഡിസൈനിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെടികളൊന്നുമില്ല ഇപ്പുറത്തുമുണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് മറ്റേ കട്ട വിരിച്ച് സെറ്റാക്കിയിരിക്കുന്നതാണ് കേട്ടോ. മിറ്റം ഫ്രണ്ടേജ് മൊത്തം കട്ട വിരിച്ച് സെറ്റാക്കിയാണ്. ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും വിൻഡോയൊക്കെ കണ്ടോ, അത്യാവശ്യം സെറ്റായിട്ട് തന്നെ നിൽക്കുന്നത്. ഇനി ഈ ഭാഗത്തൂടെ കടന്നു പോകണമെങ്കിൽ ഇവിടെ മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിലെ പോവാം. ഇതിലെ പോയി കഴിഞ്ഞാൽ പുറകിലേക്ക് എത്തുമ്പോൾ കിണർ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള കിണർ. ഇവിടെയും ടൈല് വിരിച്ചേക്കാണ്. അപ്പോൾ ഇതാണ് കിണർ, ഗ്രില്ലുണ്ട്, വെള്ളം കുറച്ച് ഇത് ഇത്രേ ഉള്ളൂ ആഴം. അവിടെ അപ്പോഴേക്കും വെള്ളമുണ്ട്. പിന്നെ ബാക്കിൽ മതിലുണ്ട്. ബാക്കിലൊക്കെ അത്യാവശ്യം വലിയ വീടുകളാണ് കേട്ടോ. ഇത് അപ്പുറത്തെ വീടിൻ്റെ ഗാർഡൻ്റെയാണ്. നല്ല പച്ചപ്പ്, നല്ല മറ ഇവിടെയുണ്ട്. ഇപ്പുറത്തൊക്കെ നല്ല വലിയ വീടുകൾ തന്നെയാണ് കേട്ടോ. ഇനി വീടിൻ്റെ പുറകുവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. ഇവിടെയൊക്കെ ഇതാണ്, ഇവിടുന്ന് ഒരു പുറത്തുനിന്നൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള ഡോറ്. ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, മെറ്റലിട്ടേക്കാണ്. മെറ്റലിട്ടിട്ട് ഈ ഷീറ്റ് വിരിച്ചേക്കാണ് കേട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ 5 അടി ഹൈറ്റിൽ മതിലുണ്ട്. ഇവിടെയും നല്ലൊരു വീടുണ്ട്. അപ്പോൾ ഇതാണ് പുറത്തത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇനി സ്ഥലം 8.043 സെൻറ്റ് സ്ഥലമാണ് നിലവിൽ ഉള്ളത്. വീടിൻ്റെ വലുപ്പം 2450 സ്ക്വയർ ഫീറ്റാണ്. ഇനി അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ലൊരു വാതിൽ തേക്കിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പോളിഷിൽ ഹങ്ങിങ്ങായിട്ട് ചതൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പോളിഷിൻ്റെ ചെറിയ സംഭവം പോയിട്ടുള്ള ടച്ചപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ലിവിങ് റൂമിലേക്ക് ചെല്ലുമ്പോഴും നല്ല ഗ്രാനൈറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എടുക്കണം. ഒറ്റ പീസായിട്ട് അവിടെ തൊട്ട് ഇവിടെ വരെയുള്ളൊരു വലിയ പീസ് ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പറയുകയാണെങ്കിൽ ഈ സൈഡിലൊരു 3 പാളിയും ഇപ്പുറത്തൊരു 4 പാളി വിൻഡോ ഉണ്ട്. വുഡിൻ്റെ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്, വീടിൻ്റെ ഫ്രെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയ കബോർഡ് ഉണ്ട് 3 പാളിയുടെ. ഇതൊക്കെയാണ്. പിന്നെ ഒരു കോർണിഷ് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ജിപ്സം ബോർഡിൻ്റെ കോർണറുണ്ട് ഈ വീട്ടിലുണ്ടോ, ഈ ലിവിങ് റൂമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കുവാണെങ്കിലും ഇവിടെ വെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കോട്ട് യാർഡിൻ്റെ പ്രതീതി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ അതിന് മുകളിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, ചില്ലല്ല കൊടുത്തതാണ്. ഇവിടെ ഇങ്ങനെ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ അതിമനോഹരം തന്നെയാണ് കേട്ടോ. നമ്മുടെ കോപ്പർ ഡിസൈനാണ്, കോപ്പറും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു ടെക്സ്ചർ വർക്കാണ് ഈ കാണുന്ന ഒരു ഏരിയയിൽ. അവിടെയും 2 അതിന് യോജിച്ച വിധം നീളനെയുള്ള 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കല്ലുകളൊക്കെ വിരിച്ച് ഇവിടെയും നല്ല വൃത്തിയുണ്ട്. ഈ ഭാഗത്ത് ടൈല് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടെക്സ്ചർ ഡിസൈനാണ്. ഇവിടെ ഓപ്പൺ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് നമുക്ക് കിച്ചനാണ്. അപ്പോൾ ഈ ഭാഗം വളരെ രസമാണ് കേട്ടോ. എപ്പോഴും കാറ്റും വെളിച്ചും 24 മണിക്കൂറും, അതായത് വെളിച്ചമുള്ള പകൽ സമയങ്ങളിൽ പൂർണ്ണമായിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു
ഏരിയയും കൂടിയാണത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ ഇതും ഡോറ് വുഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമൊക്കെ നല്ല സ്പേസ് ഉള്ളതാണ്. 6 പാളി വിൻഡോ ഉണ്ട്. ഇവിടെ 3 പാളി ഉണ്ട്, ഇവിടെയും 3 പാളി വിൻഡോ ഉണ്ട്. മറ്റേ ജിപ്സം ബോർഡിൻ്റെ കോർണർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കോർണറിൽ. പിന്നെ ഇവിടെ മറ്റേ എക്സോസ്റ്റിന് ഹോളല്ല ഇട്ടിരിക്കുന്നത്, അതിന് പകരം ഫാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂമാണ്. ഇനി ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 12x12 അത്രയ്ക്ക് സ്പേസ് ഈ ബെഡ്റൂമിലുണ്ട്. ഫുള്ള് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ള ചുമരാണ്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റൂമിലേക്ക് നിന്ന് കിടക്കുമ്പോൾ ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഉണ്ട്, ഷെൽഫുണ്ട്, അതും വുഡിൻ്റെയാണ് കേട്ടോ. നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൽ കിടക്കുമ്പോൾ ഇത് മറ്റേ WVCയുടെ ഡോറാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സെറേറ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. ടൈല് ഫുള്ളായിട്ട് വാള് ഫുള്ളായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ടാണ് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് ബേസിൻ്റെ ഏരിയ ഉണ്ട്, ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്, പ്ലഗ് കൊടുത്തിട്ടുണ്ട്, ഷവറിൻ്റെ ഏരിയ ഒക്കെ നല്ല സ്പേസാണ് കേട്ടോ. ആ ഒരു ഏരിയ മൊത്തമായിട്ട് ഷവറിന് കിട്ടും. അപ്പോൾ നല്ല സ്പേസുള്ള ഒരു ബാത്റൂം കൂടിയാണ്. ബാത്റൂമിൽ പോലും ഒരു ചെറിയ ഒരു വെറൈറ്റി ടൈലിന് നല്ലൊരു വൃത്തിയുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. 9 വർഷം മുന്നേ ചെയ്യാവുന്ന നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ കഥ. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ ഡോറ് വുഡിന് തന്നെയാണ്, ഫ്രെയിമും വുഡിന് തന്നെയാണ്, പാളികൾ വുഡിന് തന്നെയാണ്, വിൻഡോ പാളികൾ. അതുപോലെ തന്നെ 4, 3, 7 പാളി വിൻഡോ ഉണ്ട്. ഇവിടെ 7 പാളി ജനലുകളുണ്ട്. ഇത് 18x12 ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. 18x12 ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. എല്ലായിടത്തും എക്സോസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റേ ചെറിയ ഹോളുകളല്ല, എക്സോസ്റ്റ് ഫാൻ തന്നെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ എല്ലായിടത്തും, എല്ലാ മുറികളും. ഇവിടെ പക്ഷേ ഈ ഡ്രസ്സിങ് റൂമിന് സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടില്ല. പകരം ഇവിടെ ഷെൽഫ്, എത്ര വലിയൊരു ഷെൽഫ് വുഡിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു തിണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് താഴ്ത്തിക്കുകയാണ്. ഇനി കുളിക്കുന്ന ഭാഗത്ത് ഷവറിൻ്റെ ഏരിയയിലും ഒരു ചെറിയ സ്റ്റെപ്പ് ഇങ്ങനെ ആയിട്ടാണ്. വെള്ളം ഒരിക്കലും അകത്തേക്ക് പ്രവേശിക്കില്ല. ഇവിടെയും അപ്പുറത്തെ ബാത്റൂമിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചുമര് മുകളിൽ ഒരു ഒട്ടിച്ചിട്ടുണ്ട്, അവിടെ മാത്രം വേറൊരു കളർ കൊടുത്ത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ബാത്റൂം സെഷൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല വെളിച്ചമുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ട്രാൻസ്പെറൻ്റ് അല്ല, ഡിസൈനായിട്ടുള്ള വിൻഡോ ആണ്. 2 പാളി വിൻഡോ ബാത്റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല, ബാത്റൂമിൽ തന്നെ വിൻഡോ വരുന്നത്. ചെറിയ വെന്റിലേറ്റർ ഇപ്പുറത്തുണ്ട്, ഇവിടെ 2 വെന്റിലേറ്റർ ഉണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ബാത്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഡൈനിങ് ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ കിച്ചൻ്റെ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോണിമുറിയുടെ അവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഈ ഏരിയ ഈ പർഗോള ടൈപ്പ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം വെളിച്ചം കിട്ടാൻ പാകത്തിന്. അപ്പുറത്ത് ഗ്ലാസ്സാണ്, ഫുൾ കവേഡാണ്. വെളിച്ചം മാക്സിമം, കറണ്ട് ഇല്ലെങ്കിലും ഈ പറഞ്ഞ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും മാക്സിമം വെളിച്ചം ഹാളിൽ വീടിനകത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പർഗോളയും കൂടുതൽ ചില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് പുറത്തേക്ക് നോക്കും, നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ പോലും നല്ല രസമാണ്. അതുപോലെ തന്നെ വെളിച്ചം നന്നായി കിടക്കുന്ന ഒരു ഏരിയ. ഈ സ്പേസ് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം. നമുക്ക് അയൺ ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് കോണി റൂമിനെ മാറ്റിയിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരുമ്പോഴും ഡോറൊക്കെ വുഡിൻ്റെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള കബോർഡുകൾ ഫുള്ള് വുഡാണ് ചെയ്തിട്ടുള്ളത്, തേക്കിൻ്റെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാനൈറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇവിടെ കബോർഡുണ്ട്, സൈഡിലുണ്ട്, അടിഭാഗത്ത് കബോർഡുകൾ ഫില്ലാണ്. ഈ കിച്ചൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഫുള്ള് ടൈല്, വാൾ ടൈല് ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ മുറികളിലും കിച്ചണിലൊക്കെ കോർണിഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടൈല്, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ മാത്രമല്ല മിക്ക വീടുകളിലും അടുക്കള നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല പെയിൻ്റ് അടിച്ചാൽ പോലും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡ് മാറി നിൽക്കണ കാണാം. വൃത്തിയാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വീല്. അടുക്കള ഇങ്ങനെ ഫുൾ ടൈൽ ഒട്ടിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലഗുകൾ ഇത് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഗ്രാനൈറ്റൊക്കെ വിരിച്ചുള്ള സെറ്റപ്പ് സ്ഥലം. 3 പാളി വിൻഡോ കിച്ചണിൽ വരുന്നുണ്ട്. നല്ല സിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചനും അത്യാവശ്യം സ്പേസുള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ. കിച്ചൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 8x12 കിച്ചൻ്റെ ഏകദേശം അളവ് വരുന്നത്. ഇവിടെ ഓപ്പൺ കിച്ചനായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പോർഷനും ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ സ്റ്റോർ റൂമിൻ്റെ ഭാഗം അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ
ഇവിടെയും ഗ്രാനൈറ്റ് വിരിച്ചിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കവേഡല്ല, മുകളിലൊരു ബെർത്ത് ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ. അവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ ഹോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാളി വിൻഡോ ഇവിടെയുണ്ട്, 2 പാളി വിൻഡോ ഇവിടെയുണ്ട്. വെളിച്ചത്തിനൊരു ബുദ്ധിമുട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 പാളി വിൻഡോ ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ വാൾ ടൈല് നമുക്ക് ഏകദേശം ഒരു 7 അടി ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 7 അടി ഹൈറ്റിൽ ഇവിടെയും വാൾ ടൈൽ കൊടുത്തേക്കാം. അപ്പോൾ ചെളി ആകിയിട്ട് കിടക്കുന്ന ഒരു പരിപാടിയില്ല. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറം എടുത്തപ്പോൾ കണ്ടില്ലേ, പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഏരിയ. ഇവിടെയും നല്ല അടച്ചുറപ്പുള്ള ഒരു മഴ കൊള്ളാണ്ട് നല്ല വൃത്തിയാക്കി തന്നെ ഇട്ട് ടൈലിട്ട് ബാക്ക് ഫില്ലാക്കിയിട്ടുണ്ട് ഇവിടെ. അങ്ങനത്തെ നല്ലൊരു വൃത്തിയുള്ള ഏരിയ ആണ്. ഇനി നമ്മൾ മുകളിലേക്കാണ് പോകാൻ പോണത്. ഇനി കോണി കയറി വരുവാണെങ്കിൽ കോണിയിൽ ഹാൻഡ് റൈലൊക്കെ കൊടുത്തത് വുഡിൻ്റെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നല്ല ഫുള്ള് തേക്കിൻ്റെ വുഡ് ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ള ഒരു വീടിലെ എല്ലാ കാര്യങ്ങളും തേക്കിൻ്റെ മരം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഈ വെട്ടി ടൈലാണ് സ്റ്റയറും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 2 പാളി വിൻഡോ ഇവിടെയുണ്ട് കോണി റൂമിൻ്റെ ഭാഗത്ത്. ഇനി ഇവിടെ നിന്ന് കയറി വരുവാണെങ്കിലും നല്ല സ്പേസ് മുകളിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു ബെഡ്റൂമാണ്. ഈ വീട്ടിൽ ടോട്ടൽ 3 ബെഡ്റൂമാണുള്ളത്, ബെഡ്റൂമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കണ്ട ഇഷ്ടംപോലെ സ്പേസാണ്. ഈ ഒരു ഏരിയ ഒരു ഹാള് പോലെ കിടക്കുന്നു. ഇപ്പോൾ കോണി കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് ഹാള് പോലെ കിടക്കുന്നു. അവിടെ 4 പാളി വിൻഡോ ഉണ്ട്, ഇവിടെ 3 പാളി വിൻഡോ ഉണ്ട്, ഡോറുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഡോറ് 2 പാളി വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വെളിച്ചത്തിന് ഒരു പഞ്ഞമില്ല. അത്യാവശ്യം നല്ല, അതായത് മോൾ ഭാഗം ഫുള്ളോ ഇവിടെ ഹാള് പോലെ കിടക്കുകയാണ്. ഇനി റൂമാകാം, എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ഓൾറെഡി ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ വുഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇനി ഇവിടെ എക്സോസ്റ്റ് ഫാൻ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫാൻ വെച്ചിട്ടില്ല, താഴെയൊക്കെ ഫാൻ കണ്ടായിരുന്നു. ഡ്രസ്സിങ് റൂമിൻ്റെ ഓപ്ഷനാണ്. ഇവിടെയും കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബാത്റൂമിലേക്ക് കടന്നു വരികയാണെങ്കിൽ വലിയ ബാത്റൂം തന്നെയാണ്. ഈ ഷവറിൻ്റെ ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. വാഷ് ബേസിൻ ഏരിയ എല്ലാ സെറ്റപ്പും സൗകര്യങ്ങളോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ബാത്റൂമിൽ 2 പാളി വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വൃത്തിയും വെടുപ്പായിട്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ചാലക്കുടി പ്രദേശത്തൊക്കെ ഒരു വീട് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് ഒരു പഞ്ഞം ഇല്ലാത്ത വെറും 600 മീറ്റർ മാത്രം ചാലക്കുടി ദൂരത്തിൽ കിട്ടും. ഇനി നമ്മൾ ഈ ഡോറിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ, മുകളിലത്തെ ബാൽക്കണിക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗത്തെത്തും. ഇപ്പം നിലവിൽ ചെറിയ വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷേ പൂപ്പലായിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാക്കിലെ ഏരിയ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വലിയ വീടുകൾ ചുറ്റുപാടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ ആ പർഗോളയുടെ ഭാഗം ഈ ഷീറ്റ് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം നല്ല വെളിച്ചം കിടക്കാൻ കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ. ഇത് അപ്പുറത്തെ വീടിൻ്റെ ഭാഗമാണ്. ഇത് ഇതിൻ്റെ സൺഷെയ്ഡിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇവിടെയും മറ്റേ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗും കൊടുത്തിട്ടുണ്ട്, പൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മുൻവശം വേണമെങ്കിൽ ബാൽക്കണി എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് കടന്നു നോക്കാം. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഫ്രണ്ടിലേക്ക് ഇവിടെയും ഒരു ഏരിയ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഭാഗം കണ്ടില്ലേ, അവിടെ ഓട് വിരിച്ചത് കണ്ടില്ലേ. അപ്പോൾ ഈ ഭാഗമാണ് അത്. ഇനി നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെ പാടാണ് കാണുന്നത്. വേറെ അവിടെ നിന്ന് വരുന്ന നമ്മൾ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ്, ഫ്രണ്ടിൽ റോഡാണ്. നമ്മുടെ അപ്പുറത്ത് വേറെ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ബാൽക്കണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അർത്ഥവത്തായ ഒരു ബാൽക്കണിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് അടിപൊളിയാണ്. വേനൽക്കാലത്തായാൽ പോലും ഇത്രയും കാണുന്ന ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് അതിഗംഭീരമായിരിക്കും എന്നാണ് ഇവിടുത്തെ സെല്ലർ പറയുന്നത്. ഇനി ഈ ഒരു ഓപ്ഷന് ഈ ഒരു ഭാഗം കണ്ട, ഈ ഭാഗം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഇതിപ്പോൾ വീട് വാങ്ങുന്ന ആൾക്ക് ഒരു ബെഡ്റൂം കൂടി വേണം. ഇതിപ്പോൾ 3 ബെഡ്റൂമാണല്ലോ ഉള്ളത്. 4ാമത് ഒരു ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് അതിമനോഹരമായിട്ട് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കും. ഇവിടെ മറ്റേ ലൈറ്റ് വെയിറ്റ് കട്ട കൊണ്ട് സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ബാൽക്കണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 2450 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അകംവശം. വെളിച്ചത്തിന് യാതൊരു കുറവുമില്ല. എല്ലാ സ്ഥലത്തും വൃത്തിയായിട്ട് തന്നെ എല്ലാ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. മുകളിൽ ചില്ല് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ജസ്റ്റ് ഒരു 300 മീറ്റർ പോകുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ ഒരു കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ചാലക്കുടി ടൗണിലേക്ക് 600 മീറ്റർ എന്ന് നമ്മൾ ഫസ്റ്റേ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ
ചാലക്കുടിയിൽ ഇല്ലാത്ത സ്കൂളുകളോ ക്ലബ്ബുകളോ സൂപ്പർ മാർക്കറ്റുകളോ ആരാധനാലയങ്ങളോ ഹോസ്പിറ്റലുകളോ ഇല്ലല്ലോ. എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലുകളും ആരാധനകളും ഒക്കെ ഉണ്ട്. 600 മീറ്ററാണ് ചാലക്കുടി ടൗണിൽ നിന്നുള്ള ദൂരം. 8.043 സെൻറ്റ് സ്ഥലത്തിൽ 2450 സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടാണ്. ഈ വീടിന് ഇവർ വില പറയുന്നത് വെറും 80 ലക്ഷം രൂപയാണ്. അപ്പോൾ 9 വർഷത്തെ പഴക്കമാണ് വീടിനുള്ളത്. 80 ലക്ഷം രൂപയാണ് വീടിന് സെല്ലർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ചാലക്കുടി ഭാഗത്ത് ഒരു വീട് വേണം, ടൗണിൽ നിന്ന് ലേശം ഒതുങ്ങി അത്യാവശ്യം പോഷായിട്ടുള്ള ഒരു ഏരിയയിൽ വീട് വേണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലാൻഡിൽ നിൽക്കുന്ന ഒരു വീടാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് എടുക്കാവുന്നതാണ്. ഇനി അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്താൽ ഉപയോഗിച്ചെടുക്കാവുന്ന വീട്. പിന്നെ വില പേശൽ ഇതിൻ്റെ സ്വാഭാവിക രീതിയാണല്ലോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വില പേശി ഈ വീട് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ചാലക്കുടി ഭാഗത്തൊക്കെ ഒരു വീട് നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോട്ടോ. മറ്റൊരു വീടിൻ്റെ വിശേഷമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.